ഈ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും തൊഴിലില്ലായ്മ പ്രതിസന്ധിയും കൃത്യമായി ഈ എല്ലാ പ്രകടന പത്രികകളും വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വലിയ ചോദ്യം തന്നെയാണ്. അത് ഒരു കാലത്തും ഈ പ്രകടന പത്രിക മാത്രമല്ല, സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ അത് കൃത്യമായി ആ ഒരു പ്രശ്നം മാത്രം അഡ്രസ്സ് ചെയ്യുന്നതിൽ എല്ലാ സർക്കാരുകളും ഒരുപോലെ പുറകോട്ട് പോയൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അഭ്യസ്തവിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ LDF-ഉം യുവ സംരംഭകർക്ക് 5 ലക്ഷം പലിശരഹിത വായ്പ UDF-ഉം മുന്നോട്ട് വെക്കുന്നത് ഈ പ്രശ്നത്തെ കണ്ടുകൊണ്ടാണ്. അല്ല, അതാണ്. നോക്കൂ, ഇപ്പം UDF-ൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമുക്കറിയാലോ, നമ്മുടെ സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം. ഇപ്പോൾ LDF-ൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് 50% സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് നൽകും. കുടുംബശ്രീ വഴിയാണ്. 30% നിലവിൽ നൽകുന്നുണ്ട്. അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തൊഴിലിന് പോകാൻ ശേഷിയിലേക്ക് ഉയർത്തും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. പണം എന്നുള്ളൊരു വലിയ പ്രശ്നമാണ് ഇത് നടപ്പാക്കാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ തന്നെ 83,000 കോടി രൂപയാണ് തനത് വരുമാനം എന്ന് പറയുമ്പോഴും നമ്മുടെ ബജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്താണ്. അപ്പം ഈ UDF-ൻ്റെ വാഗ്ദാനങ്ങൾ നോക്കിയാൽ പോലും ഈ പണം എവിടെ നിന്നാണ്? ഇപ്പോൾ സൗജന്യ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ചുരുങ്ങിയത് 1000 കോടി രൂപയെങ്കിലും അധികം ചിലവാകും.